ഹായ്. എന്താടി പോയ കാര്യം സക്സസ് ആണോ? ഇന്റർവ്യൂ ഓക്കെ, ക്വസ്റ്റ്യൻസിനൊക്കെ പാടാൻ ആൻസർ ചെയ്തു. അപ്പോ എയർ ഹോസ്റ്റസ് ആയി നിനക്ക് സെലക്ഷൻ കിട്ടുന്ന കാര്യം ഉറപ്പായല്ലേ? സെലക്ഷൻ ബോർഡ് മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്ത ലക്ഷണ. നിന്റെ ഈ സ്മാർട്ട് ഡീലിംഗ്സിൽ ആരാടി വീഴാത്തത്? ഹാൻസം. ലൈനാണോ? ലൈൻ എന്ന് വെച്ചാ വെറുതെ ഒരു ചുറ്റിക്കളി? അത് ലവറോ? ഭാവി വരൻ വുഡ് ബി? രണ്ടുമല്ല, എനിക്ക് വിശക്കുന്നു. നോക്കട്ടെ. ഇത് സണ്ണിച്ചനല്ലേ? സണ്ണി കുരുവിള, സെന്റ് ജോസഫിലെ കോച്ച്. ബാസ്കറ്റ്ബോളിന്റെയാ? പുള്ളിക്കാരൻ ഓൾ റൗണ്ടറാ. ഹോക്കി, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, എന്ത് വേണം? ഇയാളൊരു ഡോക്ടറാ? നന്ദകുമാർ? അതല്ല, എനിക്കറിയാം കക്ഷിയെ. ഞങ്ങൾ നാട്ടുകാർ വിളിക്കുന്നതേ വിക്കൻ ഡോക്ടർ എന്നാ. നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നേ? അനുപമയ്ക്ക് അറിയാലോ ആളെ. എനിക്കൊന്നും അറിയില്ല, എവിടുന്നോ പറന്നു വന്ന് എന്റെ കൈ കിട്ടിയതാ. പറന്നു വരാനായിട്ട് ഇതെന്താ ഫ്ലൈറ്റാ? സത്യം പറടി, ഇത് നീ കെട്ടാമോണ ചെക്കനല്ലേ? നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ. 10-18 പൂർത്തിയാക്ക, ഏതെങ്കിലും ഒരുത്തിനെ മാരി ചെയ്യാ, പിന്നെ പ്രസവിക്ക. ദേ, അതിനൊന്നും എന്നെ കിട്ടില്ല. നീയൊക്കെ 3-4 അമ്മയായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുമ്പോ ഞാനിങ്ങനെ പറക്കായിരിക്കും ആകാശത്തൂടി, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, ഫ്രം കൺട്രി ടു കൺട്രീസ്. എടി, ലൈഫ് ഈസ് ടു എൻജോയ്. അത് അടിച്ചു പൊളിക്കണം. ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ. ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കണ്ടില്ലേ എന്റെ ലക്ഷ്യം നിറവേറുന്നത്? ഇനി ഒരു എയർ ഹോസ്റ്റസ് ആയിട്ടെ എനിക്ക് ഉറക്കം വരും. ഇവിടെ ആരുമില്ലേ? എപ്പോ വന്നാലും ഇങ്ങനെ തന്നെ കാലിയായി കിടക്കുന്നതാണ്. ഈ വരവിനെങ്കിൽ ഈ മാവ് ഒന്ന് കബൂലായി കിട്ടിയാൽ മതി. ഇനി ഇതുകൊണ്ടേ ഞാൻ പോവും. കൊറേ കാലായാലോ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. വല്ലത് നടക്കോ? ഞാൻ എന്റെ പിന്നാലെ എല്ലാം നടക്കണേ, മാവിന്റെ പിന്നാലെ എല്ലാം നടക്കണേ. അതെന്താ പറയണേ? ഈ പണ്ടാരം ഇങ്ങനെ നിക്കണ കാരണം ഇതിപ്പോ 3ാമത്തെ തവണ മിച്ചടിക്കണ. ഉടനെങ്ങാനൊന്ന് വെട്ടിക്കൊണ്ട് പോവോ? നീ അടങ്ങി, ഞാൻ വെട്ടിത്തരാ. വിലയിലൊന്ന് ഉറക്കട്ടെ. എന്താടി ഇവിടെ ഒരു പഞ്ചാര? നിനക്ക് കിഞ്ഞടിക്കായി കളവിനെ കിട്ടിയുള്ളൂ. പോടി. തന്നു വന്നിപ്പോ പെമ്പിളർക്ക് പ്രായവും നോട്ടല്ല, രൂപവും നോട്ടമില്ല. തനിങ് വന്നേ, എന്താ ഈ പരിപാടി? അല്ല മേന്നെ, നമുക്ക് ഈ മാവിന്റെ കാര്യം വല്ലതും നടക്കുവോ? നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞി. എടോ, തുട്ട് തരാമെന്നുണ്ടെങ്കിൽ ഈ വീട് വരെ പൊളിച്ചു വെക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ സർവ്വ അധികാരങ്ങളും അച്ഛൻ കൊടുത്തിരിക്കുന്ന കുടുംബവക്കീല് ലാലിനല്ലേ. അയാൾക്കാണെങ്കിൽ കേസുമില്ല, കാര്യസ്ഥ പണിക്ക് സമയമില്ല. എപ്പോഴും വെപ്രാളല്ലേ, വെപ്രാളം. അല്ല അത് പോട്ടെ, മാവ് വാങ്ങിത്തന്ന കമ്മീഷൻ കിട്ടും. അച്ഛന്റെ മാവ് മുറിച്ചാ മോന് കമ്മീഷനോ? മാവ് വേണമെങ്കിൽ മതി. ശരി, ഏറ്റു. നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് കബൂലാക്കി തന്നാ മതി. എന്നാ വാ. മാവിന്റെ കാര്യം ഒന്ന് അങ്ങോട്ട് വാണുപോലെ പായുന്നേ. മുത്തശ്ശനെ കണ്ടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അപ്പൊ നമ്മളെ മാവ് ചത്തിട്ട് പോരെ? ഇപ്പൊ എനിക്ക് സമയമില്ല. ചാവാനോ? അല്ല, തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. താൻ പോയിട്ട് പിന്നെ വാ. വലട്ടം വാ. എന്നാ പോയപ്പോ കെട്ടിയോൻ രാവിലെ കട്ടിലേന്ന് പൊങ്ങിയോ ഇടത്തി? രാവിലെ എങ്ങോട്ടോ പോവാൻ ഒരുങ്ങ. ടൗൺ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചതാ. എന്തിന്? ചുമ്മാ. എന്താണ് വക്കീലേ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. എടോ വക്കീലേ, എന്താണോ സാറിയർ അല്ല കൊറിയർ ഓടി വന്നപ്പോ എന്റെ കാല് സ്ലിപ്പായി. എവൾ എന്റെ ഇടയിലുമായി. കുറെ കാലമായി ഞാൻ കാണുന്നു ഈ തട്ടലും മുട്ടലും. കേട്ടില്ലേ, നിരപരാധിയായി ഞാൻ പഴി കേൾക്കുന്നത്. എന്തിനാ കുട്ടി ഞാൻ സ്ലിപ്പ് ആവുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത്. ഓടി. മുത്തശ്ശ, ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തിയെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മാന്റെ കേസ് അന്വേഷിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് കവർ തന്നു. പൊട്ടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. നമ്മുടെ അനുപമയ്ക്ക് ജോലി കിട്ടി. സന്തോഷായില്ലേ? എനിക്കിഷ്ടായില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും ജോലിക്ക് പോയ പാരമ്പര്യമില്ല. ഒരാണും മേലനങ്ങി ജോലി ചെയ്ത പാരമ്പര്യവും ഇവിടെ ഇല്ല. എന്റെ അനന്തേട്ട നിസാര ജോലിയൊന്നുമല്ല. എയർ ഹോസ്റ്റസ്, എയർ ഹോസ്റ്റസ് ആകാശത്തിൽ എന്ന് പറഞ്ഞാ അറിയില്ലല്ലേ? വിമാനത്തിലെ യാത്രക്കാർക്ക് ചായ, കാപ്പി, ബിസ്ക്കറ്റ്, കൂൾ ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ചിരിച്ചോണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ലലനാമണികളാണ് എയർ ഹോസ്റ്റസ്. അതായത് സപ്ലയർ. ഇനി ഇവക്ക് സപ്ലൈ ആണെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാ പോരെ? വെറുതെ എന്തിനാ ആകാശത്തിലൂടെ പോണവർക്കൊക്കെ കൊടുക്കാൻ നടക്കണത്? മോശം. അയ്യോ അനന്തേട്ടാ, വിമാനത്തിലെ സപ്ലയർക്ക് നല്ല വെയിറ്റാ. അറിയാൻ മേലാഞ്ഞിട്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഇരിക്കും. മുത്തച്ഛനത്തെ അഭിപ്രായം ഒന്നും പറയാതെ. വക്കീലെ, തെറ്റ് പറ്റിയത് എനിക്കാ.
എന്റെ കൺമുന്നിൽ നിന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു. ഇനി അവൾ എന്റെ കൺവട്ടത്ത് നിൽക്കില്ല. വേണ്ട, എനിക്ക് സഹിക്കാനാവില്ല. അവൾക്ക് ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടി. അതെ, അതാണ് നല്ലത്. ഒന്നുമില്ലല്ലോ നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സല്ലേ. താൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇതുവരെ പറഞ്ഞതും അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാഞ്ഞില്ല. വക്കീലല്ലേ, മാറ്റി പറയും. ആ ബാല, അനന്ത, ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. വക്കീലെ വഴിച്ചെലവ് എന്താ കൊടുത്തോളൂ. ഇതാ ഇത്രേ ഉള്ളൂ. തിരിച്ചു വരുമ്പോ കണക്ക് തരാൻ മറക്കരുത്. കള്ള കണക്കായിരിക്കരുത്. ഗുഡ് മോർണിംഗ്. മോളെ അനുപമ കൈവിടും. പിടിയാലെ കൊണ്ടുവന്നതിന്റെ ദേഷ്യത്തിലാ അവള്. ആ മൂക്ക് തിരുമ്പി നിൽക്കാതെ അച്ഛനെ വിളിക്കേ. മോളെ, അവളെവിടെ? വന്നു, ദേഷ്യത്തിൽ കഥ കടച്ചു. എന്റെ വാത്തി പോയി. ഒന്ന് മാറണോ കോന്ത. മോളെ അനുപമേ, വാതിലോർക്ക്. ഇന്നോളം മുത്തശ്ശനെ കാണാൻ തിരക്ക് കൂട്ടി വരുന്ന എന്റെ കൊച്ചുകുട്ടിയെ എനിക്കേ അറിയൂ. എന്തിനാ നീ മുഖം വീർപ്പിച്ചിരിക്കണത്? ഓ, കുട്ടിക്കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക. പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല. ഇത് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. എനിക്ക് മനസ്സിലാവണില്ല ഒന്നും. മക്കൾക്ക് ഒരു നല്ല ജോലി കിട്ടാന്നുള്ളത് ഏതൊരു പാരന്റ്സിന്റെ ആഗ്രഹം. ഇവിടെ എന്ത് പറ്റി എല്ലാവർക്കും? നീ കൈവിട്ടു പോകുന്ന കാണാനുള്ള ശേഷി എനിക്കില്ല. നിന്റെ അച്ഛനമ്മയും മരിക്കുമ്പോ നിനക്ക് 4 വയസ്സാ. അന്ന് മുതൽ ഇന്നോളം ഈ കൈത്തണ്ട കിടന്നാ നീ വളർന്നത്. എന്റെ മരണം വരെ എന്റെ കുട്ടി എന്നോടൊപ്പം ഉണ്ടാവണം. പിന്നെ എന്തിനാ മുത്തശ്ശൻ എന്നെ ഇത്രയും പഠിപ്പിച്ചത്? ഈ കുഗ്രാമത്തിൽ ജീവിക്കാനാ? ഈ അടുക്കള പുക കൊള്ളാനാ? വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നല്ലേ ഞാൻ സംസാരിക്കുന്നത് മുത്തശ്ശനോടാ. ഞാൻ പറഞ്ഞതും മുത്തശ്ശനോടാ. തർക്കം വേണ്ട, എന്റെ തീരുമാനം അങ്ങോട്ട് പറയാം. ഈ തറവാട്ടിൽ ഇതുവരെ പ്രായമായ പെൺകുട്ടികളെ ജോലിക്കല്ല അയക്കാറ്, കല്യാണം കഴിപ്പിച്ച. ഡോക്ടറായിരുന്നു എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു നിന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഭാഗ്യത്തിന് നിന്റെ 2 മുറച്ചക്കന്മാരും ഡോക്ടർമാരാ. മൃഗ ഡോക്ടർ മോഹനകൃഷ്ണൻ, ആയുർവേദ ഡോക്ടർ ഓമനക്കുട്ടൻ. മുത്തശ്ശ, എനിക്ക് ഒന്നും പറയണ്ട, പറഞ്ഞ അനുസരിച്ചാ മതി. അങ്ങനെ അകത്തെന്താ നടന്നത്? അകത്തെ ഞങ്ങൾ കാർന്നോമാര് തമ്മിൽ പലതും തീരുമാനിച്ചു. എന്തോന്ന് പറയാൻ? ഭാഗം വെച്ച് കിട്ടിയ സ്വത്തൊക്കെ മത്സരിച്ച് വിറ്റ് 2 പേരും കൂടി പുട്ടടിച്ചില്ലേ? പോരാത്തതിന് വാശിയോടെ 5-6 പെമ്പിള്ളേരെയും കുറെ തീരാക്കടോ സൃഷ്ടിച്ചില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞില്ല. ആ പെങ്കുച്ച് കൈവിട്ട് പോയാ ആ നിമിഷം നിങ്ങൾ 2 വഴിയാധാരവും. അത് ഓർത്തിട്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടത്. നിങ്ങളിൽ ഒരാൾക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ. ഓ, ആ ലോട്ടറി അല്ല, ഈ കണ്ണത്താ ദൂരം കിടക്കുന്ന സ്വത്തിന്റെ ഏക അവകാശിയായ അനുപമയെ നിങ്ങൾ 2 പേരിൽ ഒരാളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എന്റെ മകൻ മോഹനകൃഷ്ണൻ അവക്ക് നന്നായിട്ട് ചേരും. എന്റെ മോനെന്തൊരു കുറവ്. ചേരും. അറമ്പന. നിങ്ങൾ ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കാൻ